പാലക്കാട് പിക്കപ്പ് വാനിൽ തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തു കൊണ്ടുവന്ന സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഇടനിലക്കാരനായ തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി പന്നീർസെൽവമാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ ആകെ പിടിയിലായവരുടെ എണ്ണം 3 ആയി. സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഇടനിലക്കാരനായ തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശിയായ പന്നീർസെൽവത്തിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. പിക്കപ്പ് വാനിന് അകമ്പടിയായി കാറിൽ വന്ന ധർമ്മപുരി സ്വദേശി ദുരൈരാജിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു വൻ സ്ഫോടക ശേഖരം പോലീസ് പിടികൂടിയത്. സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത് 100-ലധികം പെട്ടികളിലായി 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളുമാണ് വാനിൽ നിന്ന് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. അന്നു അറസ്റ്റിലായ വാഹനമോടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. കോഴിക്കോട്, തൃശൂർ ജില്ലകളെ ലക്ഷ്യമാക്കിയാണ് സ്ഫോടക വസ്തുക്കൾ കടത്തിയിരുന്നത്. കോറികളിൽ ഉപയോഗിക്കുന്നതിനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ വൻതോതിൽ കേരളത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.